അങ്ങനെ ഞങ്ങള് കോറം തികഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ ഷിഖായന്റെ സ്വന്തം ഡ്രസ്സാണ് ജാസ്മിൻ ഇട്ടിരിക്കുന്നത്. മറ്റേ പശു ചത്തു മോരിൽ പുളിയും കെട്ടു പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. നാട്ടിലെല്ലാം ഓണം കഴിഞ്ഞു, ഓണപരിപാടിയും കഴിഞ്ഞു. ഓള് കമ്പ്യൂട്ടർ കോഴ്സ് എന്തായാലും രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടില് ജിടെക്കില് ഇന്നാണ് അത്ര ഓണപരിപാടി. വേഗം പോരെ, എനിക്ക് വളഞ്ചേരിക്കൊക്കെ പോകേണ്ടതാണ്. കുറെ പരിപാടി ഉണ്ട്. പെട്ടെന്ന് വായോ, കഴിച്ചു നോക്കട്ടെ. ശരി, സാരിയൊക്കെ എടുത്ത് നോക്കട്ടെ. ഇത് അതങ്ങനെ കാണാനില്ലേ, കുറച്ച് മറ്റേ ഇവിടെയാണ് വെളിച്ചം. ഇവിടെ വന്നേ, ഇതാണ് നമ്മളെ എൻ്റെ മോളുടെ കേരള സാരി. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ച ഒരു വെറൈറ്റി ഉണ്ട് ഇത് ജാക്കറ്റിന്. അത് പിന്നെ കാണിക്കാം. ഈ ചെല്ല് ഇല്ലേ, അതുകൊണ്ട് ഇവിടെ ഇതിന്റെ ബാഗ് ഇങ്ങനെയാ, അതിൽ ഇന്റർനെറ്റ് മറിച്ചിക്കാം. പോയിട്ട് പോയോ, അത് മുഖത്ത് ശരിയാക്കി നോക്ക്. എടാ ഈ വലുതാവുമ്പോഴതൊക്കെ കണ്ടടക്ക് നാണക്കടാവും കേട്ടോ. അങ്ങനെ എടുക്കണ നല്ലത്. സ്റ്റൈലുകള് ഒന്ന് മോന്തി ചെറിയൊക്കെ നിലപോലെ പിടിക്ക്. ഹലോ ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ത്യമോള് കോളേജിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. അവൾക്കിന്ന് ഈ പറഞ്ഞ പോലെ ഓണപരിപാടിയാണ്. അവൾ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും. ഇന്നത്തെ വലിയ സംഭവം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. വീട്ടിൽ നിന്ന് നബിലൂട്ടറെ കുഞ്ഞുമോള് പറഞ്ഞ ആരാന്ന് ചോദിച്ചിരുന്നു. എൻ്റെ ചെറിയ അനിയത്തിൻ്റെ നാത്തൂനാണ് കേട്ടോ. അപ്പോൾ അവളുടെ കല്യാണമാണ്, അതിൻ്റെ തലേ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് മങ്കടയ്ക്ക് പെരിന്തൽമണ്ണെന്ന് പോകാനാണ് സുഖം. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരും. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും ഇവിടെ ഒരുങ്ങി പിടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പോകും. അങ്ങനെയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കാണിക്കാം. ഇത് നമ്മളെ കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോയും കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നമ്മളെ സായ്കുട്ടിക്ക് എന്താ സ്കൂളിൽ പോകാതെന്ന് അതെ, അവനൊരു കാരണം കിട്ടാൻ കാത്തുക്കാണ് സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കാൻ. എൻ്റെ മോളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം സ്കൂളിലേക്ക് പോകണം എന്നുള്ള ആളായിരുന്നു. അച്ഛടാക്കടാ. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എൻ്റെ പോലെ തന്നെ പണ്ട് ഞാനും തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മറ്റേ സ്കൂളിലേക്ക് തീരെ പോകില്ലായിരുന്നു. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ വേഗം വീട്ടിലിരിക്കും. മറ്റേ സ്പോർട്സും ആർട്സും ഒക്കെ ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം അപ്പോഴൊക്കെ നമുക്ക് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, എന്തോ ഭയങ്കര ഹോം സിക്നെസ് ആയിരുന്നു പണ്ട് മുതലേ. അങ്ങനെ ആയിരുന്നു, അങ്ങനത്തെ ആളായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. എന്താണ്, വീട് മൊത്തം ആലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഓരോന്നും ചെയ്യാറുണ്ട്. എൻ്റെ ഈ എല്ലും കൂടിയൊക്കെ ഒന്ന് മാറ്റിക്കാ. മറ്റേ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ തിന്നാൻ കൊടുക്കുന്നില്ലേ, ഒന്നൊന്ന് നല്ലോണം തിന്നാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തിന്നൂലെന്ന് മാത്രം. മുടി താടിയൊക്കെ വെട്ടാനായിട്ട് ഇത് കണ്ടോ, ദൂരം മുടി വെട്ടാനായിട്ട് പാടുന്നു. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് വാളിച്ചല്ലേ. ഇപ്പോൾ നമ്മളെ ഏറ്റവും വലിയ ജോലി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തതല്ലേ. അപ്പോൾ രാവിലെ ഒരുപാട് പാക്കിങ്ങും രാത്രി കുറേ പാക്കിങ് ചെയ്ത് വെച്ചിരിക്കണ്. പിന്നെ നമ്മൾ രാത്രി വന്ന കുറേ ഓർഡറുകൾ, ആരുടെയാണ് ഇങ്ങനത്തെ ഒരു വണ്ടി, രാത്രി വന്ന കുറേ ഓർഡറുകൾ നമ്മൾ രാവിലെയാണ് പിന്നെ പാക്ക് ചെയ്യുക. പിന്നെ DDDC ആൾ വന്നിട്ട് അതെടുത്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി വന്ന കുറേ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ പാക്കിൽ തന്നെ ആ പാക്കിൽ ഒരു 3 നൈറ്റി ഉണ്ട്. ഇതിൽ 2 ഉണ്ട്. പിന്നെ പിന്നെ ഒന്നിലൊരു 4 ഉണ്ട്. ഇനിയും കുറേ പാക്കിംഗ് ഉണ്ട്. ഒരു 7 പാക്കിംഗ് കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ജോലിക്ക് പോകാൻ. നമ്മളെ ചിലപ്പോൾ ഇൻസ്റ്റയിൽ ചില മെസ്സേജ് നോക്കുമ്പോൾ, ഇപ്പം ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ ഒരു ഫോൺ നമ്പർ കിട്ടിയപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഹെൽപ്പാക്കുമോ അല്ലെങ്കിൽ പൈസ കടം തരുമോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അത് എനിക്ക് എങ്ങനെയാണ് അവർക്ക് എൻ്റെ അടുത്ത് പൈസ കടം ചോദിക്കാൻ തോന്നുന്നത്? കടമല്ല, പൈസ വെറുതെ തരുമോ എന്ന് ചോദിക്കുന്നത്. ഞാൻ ഒരു ദിവസം എത്ര പോലെ കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഞാനും എൻ്റെ മക്കളും ജീവിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടാലുള്ളൂ നമുക്ക് പൈസ ഉണ്ടാവുക. പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നല്ലപോലെ ജീവിക്കാൻ പറ്റൂ. നല്ലപോലെ ഒന്നുമില്ല, വെറുതെ ജീവിക്കാൻ തന്നെ നല്ലോണം പൈസ വേണം. ഞാൻ ഒരുപാട് ജോലികളും ഒരു ആളുടെയും ഹെൽപ്പില്ലാണ്ട് നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടാണ് ഞാനും ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പൈസ വെറുതെ തരുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കയ്യിൽ വെറുതെ കൊടുക്കാൻ പൈസ ഇല്ല കേട്ടോ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരാളാണ് ഞാൻ. ഇത് ഞാനൊരു കുറ്റം പോലെ പറയുന്നല്ല, ഞാൻ എൻ്റെ നിവൃത്തിയോട് പറയണതാണ്. അപ്പോൾ നമ്മുടെ ഷിഖായൻ്റെ ഡ്രസ്സുകൾക്ക് ഇന്നുള്ള പാക്കിംഗ് ആണിത് കേട്ടോ. ഇത് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാത്ത ദിവസങ്ങളിലാണ്. വീഡിയോ ചെയ്തിട്ട് പിറ്റേ ദിവസം ഇതിലും കുറേ ഓർഡർ ഉണ്ടാവും. പഠിച്ച സാധിച്ചിട്ട് ഇപ്പോൾ എല്ലാം നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാനുള്ള പ്ലാൻ ഇട്ടപ്പോൾ ഞാൻ കുറച്ച് എമൗണ്ടേ മുടക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് പേടിയുണ്ടായിരുന്നു ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ
നമ്മൾ ആദ്യം കുറച്ച് എമൗണ്ട് മുടക്കിയപ്പോൾ തന്നെ നിങ്ങളെ കയ്യിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈയും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമുണ്ട്. ഞാനിപ്പോൾ കുറേ കൂടി വലിയ എമൗണ്ടൊക്കെ മുടക്കി കുറേ കൂടിയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബിസിനസ്സൊക്കെ അത്യാവശ്യം മാഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹകരണത്തോട് കൂടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നാക്കിയിട്ട് വേണം നമുക്ക് നമ്മളെ ഓൺ പ്രൊഡക്ട്സ് ഒക്കെ തുടങ്ങാൻ. അതൊക്കെ നടക്കുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്നാലും ഇപ്പോഴത്തെ ഈ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെ സഹകരണത്തിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഈ ചുരിദാർ ഞാൻ കുറച്ച് ഈ പാർട്ടി വെയർ പോലത്തെ ഡ്രസ്സ് കൊണ്ടുവരാൻ കരുതിയത്. പക്ഷെ നിങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വീടിൻ്റെ അകത്തിടുന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ ഓക്കെ, എന്താ പിന്നെ അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എൻ്റെ മൈൻഡിൽ നമ്മൾ വീടിൻ്റെ അകത്ത് യൂസ് ആക്കാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് ഇപ്പോൾ എൻ്റെ മൈൻഡിൽ. ഇനി ഭാവിയിൽ നമുക്ക് നമ്മളൊരു സംഭവം തുടങ്ങിയാൽ കുറച്ച് വലുതാക്കണമല്ലോ. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ കുറച്ചുകൂടി ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഇരിക്കട്ടെ, എന്നിട്ട് വേണം കാര്യം ഇടാൻ. അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരുപാട് ബിസിയായി. ഇപ്പം ആദ്യം നമ്മൾ യൂട്യൂബ് ഉണ്ടായ സമയത്ത് നമുക്ക് കുറേയൊക്കെ സമയം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറേയും കൂടി ബിസി. ഇപ്പം ഇതിൻ്റെ പർച്ചേസിങ്, നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരം തരണം, ഇങ്ങനെ സംഭവങ്ങൾ അയക്കണം, ചിലത് DTDCയിലൂടെ കുടുങ്ങിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ചീത്ത കേൾക്കണം. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ലൈഫ് കുറേയും കൂടി ബിസിയായി. ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നുമോളെ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാം ചെയ്യാനായിക്കണം. ഇന്നുമോള് അതിനോട് പഠിത്തം കഴിഞ്ഞിരിക്കുന്നത്, ബാക്കി കാര്യങ്ങളോട് ചെയ്യുമല്ലോ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് സായിക്കുട്ടി ഒരു പ്രശ്നമായിരുന്നു. കാരണം നമ്മൾ എത്ര ആണെങ്കിലും ഇപ്പം ഞാൻ ഇങ്ങോട്ടൊക്കെ താമസം മാറുന്ന സമയത്ത് ഓൻ്റെ പഠിപ്പൊക്കെ വളരെ പിന്നാക്കം പോയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർക്ക് തീരെ മാർക്ക് ഉണ്ടായിരുന്നില്ല. നമുക്ക് കുട്ടികളുടെ പഠിപ്പ് എപ്പോഴും ഒരു വിഷയമാണല്ലോ. നമുക്ക് പാരൻസ് കൂടെ ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പല കുട്ടികളും ഇപ്പോഴും പഠിക്കാൻ ഭയങ്കര പിന്നോക്കമാണ്. പക്ഷെ അൽഹംദുലില്ലാ ഇപ്പോൾ സായിക്കുട്ടി നല്ല വൃത്തിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, അത്യാവശ്യം മാർക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓണം എക്സാം കഴിഞ്ഞതല്ലേ, ഞാനൊരു പേപ്പർ കാണിച്ചു തരാം കേട്ടോ. സായിക്കുട്ടിൻ്റെ പേപ്പർ ഇതിൽ 30ൽ 25 മാർക്കാണ് ഇംഗ്ലീഷിൽ കേട്ടോ. അവൻ നമ്മളിങ്ങോട്ട് താമസം മാറുന്ന സമയത്തേ ഞാൻ ഒരുപാട് ബിസി ആയിരുന്ന സമയത്ത് അവൻ്റെ മാർക്കൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഞാൻ തന്നെ സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എനിക്കൊന്ന് കൂടെ നിന്നിട്ട് ഹെൽപ്പാക്കാൻ എൻ്റെ മൈൻഡും ഓക്കെ അല്ലായിരുന്നു, പിന്നെ ഒന്നും ശരിയല്ലായിരുന്നല്ലോ. അപ്പം ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഈ വർഷം അവനെ ആൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിലാണ് ഞാൻ അവന് ട്യൂഷന് കൊടുക്കുന്നത്. ആൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിനെ കുറിച്ചിട്ട് മുന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് 1-to-1 ട്യൂഷന്, പിന്നെ ഗ്രൂപ്പ് ട്യൂഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സിലബസ് ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും ആൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിൽ ട്യൂഷൻ അവൈലബിൾ ആണ് കേട്ടോ. ഇതെന്താണ്, ഒറ്റ സെന്റൻസ് ആക്കി കൊടുക്കുമ്പോൾ നമ്മൾ എല്ലായിടത്തും നീന എന്നുള്ള നെയിം യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു പ്രൊനൗൺ. ആൽബിഡോ എഡ്യൂക്കേറ്ററിൽ KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത്. ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് എല്ലാം നടത്തിയ ശേഷം നിങ്ങളുടെ കുട്ടികൾക്ക് സ്കൂൾ ട്യൂഷനാണ് ആവശ്യമെങ്കിൽ അങ്ങനെയും, അതല്ല നിങ്ങളുടെ കുട്ടികൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സുകളും അവൈലബിൾ ആണ്. ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതല്ലാതെ 15 കുട്ടികൾ മാത്രം അടങ്ങുന്ന ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി ലൈവ് A+ ക്യാമ്പസ് ക്ലാസ്സുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ ഈ സ്പീക്ക് കോഴ്സിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ അറിവ് കുറവാണെന്നുണ്ടെങ്കിൽ വെറും 20 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് നമ്മളെ ബേസിക് ഇംഗ്ലീഷ് സെൻറ്റൻസ്, പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ ഉള്ള കോൺഫിഡൻസും ഇൻട്രസ്റ്റും കൂട്ടിയിട്ട് ഇംഗ്ലീഷിനോടുള്ള കുട്ടികളുടെ ഭയം മാറ്റി തരാൻ ഈ സ്പീക്ക് കോഴ്സ് നന്നായിട്ട് ഉപകരിക്കും. നിങ്ങൾ ആൽബിഡോ എഡ്യൂക്കേറ്ററിൽ ഒരു അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ YT0032 എന്നുള്ള എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോഴിനി ആരുടെങ്കിലും കുട്ടികൾ പഠനത്തിലോട്ട് പുറകിലോട്ട് പോയിരിക്കണമെന്നൊക്കെ ആലോചിച്ച് ടെൻഷനുള്ള എല്ലാ പാരൻസും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാവരും അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി വെക്കും കേട്ടോ. ഇനി എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വരും. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് ചെയ്യാൻ പോട്ടെ, എന്നിട്ട് ബാക്കി വിശേഷം പറയാം. ഒരു മേക്കപ്പ് അവിടെയാണ് നമ്മളെ പുതിയ നൈറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫ്രില്ലായിട്ട് വരുന്നത്, അതിന് എന്തോ ഒരു പേര് പറയുമ്പോൾ ആ പേര് പിന്നെ പഠിച്ചിട്ട് പറയാം. ഇത് നമ്മൾ പുതിയ നൈറ്റിയാണ്. ഈ ഡ്രസ്സ് കാണാം, ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇത് കേട്ടോ, ഇവിടെ ഈ ഒരു അലാസ്റ്റിക് പോലത്തെ ഈ വർക്ക് ഉണ്ടാവുമല്ലോ, ഇങ്ങനെയാണ്. ഇത് ഒരു ഫ്രോക്ക് ടൈപ്പ് നൈറ്റിയാണ്. ഇതിൻ്റെ ഈ ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഉള്ളൂ ഇത്, ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഷോർട്സ് ഒക്കെ ചെയ്തിട്ട് കാണിക്കും ഇത് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. ഇതിന് ഏകദേശം ഫുൾ സ്ലീവിൻ്റെ, എനിക്ക് ഫുൾ സ്ലീവ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഹൈറ്റ് ആൾക്കാർക്ക് ഒരു 3/4 സ്ലീവ് ആയിരിക്കാം മീതി. അങ്ങനെ ഇതാണ് ഇതിൻ്റെ നമ്മൾ കാണിക്കുന്ന പുതിയ നെറ്റ് കേട്ടോ.
നമ്മൾ ഈ നൈറ്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് 579 രൂപയായിരിക്കും കേട്ടോ. 579 പ്ലസ് ഒരു 30 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക. അതാണ് ഈ നൈറ്റിന്റെ വില. പിന്നെ അടുത്ത കളറ് ഇതാണ് കേട്ടോ. കണ്ടോ, ഇതിലും പിന്നിലില്ല, ഇത് സെയിം അല്ലേ, കളർ മാത്രമേ ചേഞ്ച് ഉള്ളൂ. പിന്നെ അടുത്ത കളർ ഇതാ ഈ ബ്ലൂ ആണ് കേട്ടോ. കണ്ടോ, ഇത് അടിപൊളി കളറായിട്ടില്ലേ. അങ്ങനെ ഇതിന്റെ 3 അങ്ങനത്തെ വ്യത്യസ്തമായ കളറുള്ള നൈറ്റിയാണ്. ഇതിന്റെ പ്രൈസ് 579 രൂപ പ്ലസ് 30 രൂപ ആയിരിക്കും കേട്ടോ. നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ സ്ക്രീനിൽ കൊടുക്കാം. കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അടുത്തത് ഇത് ഞാൻ ഷോർട്സിൽ കാണിച്ചതാണ് കേട്ടോ. ഇതൊരു ഫീഡിങ് ടോപ്പാണ്. ഫീഡിങ് ടോപ്പ്. അതിൻ്റെ കൈമൊക്കെ കണ്ടോ, ഇങ്ങനെ ഒരു വർക്ക് ഇങ്ങനെ ഉണ്ട് കൈമ്പേ. ഇതിൻ്റെ കയ്യിൽ കണ്ടോ, ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഇങ്ങനെ ഇത് കണ്ടോ, ഇതും ഒരു ഫീഡിങ് ടോപ്പാണ്. ഇതിൻ്റെയൊക്കെ ഇതിലാകെ 1-2 പീസ് മാത്രമേ ബാക്കിയുള്ളൂ. ഇതും ഇതുപോലെയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു സൈഡിൽ ഇൻവിസിബിൾ ആയിട്ടൊരു സിബ് ഉണ്ടാവും കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ഇൻവിസിബിൾ ആയിട്ടൊരു സിബ് ഉണ്ടാവും ഇതിൻ്റെ ഈ 2 സൈഡിലും, കാരണം ഇത് ഫീഡിങ് ടോപ്പാണല്ലോ. പിന്നെ ഇതാ ഇവിടെ ഒരു ഫ്രില്ല് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ പ്രഗ്നൻ്റ് ആയ കുട്ടികൾക്കൊക്കെ വയറൊക്കെ കൊള്ളാനൊക്കെ നല്ല സുഖമാണ്. ഇത് ഞാൻ എക്സൽ സൈസാണ്, ഇതിൽ XXL സൈസിലാണ് ഈ നൈറ്റ് വരുന്നത്. പരസ്യമാണ് കുഞ്ഞേ. ഇത് XXLക്കാർക്ക് നല്ല ഈസി ആയിട്ട് യൂസ് ആക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോ, എത്രയും വയറൊക്കെ കൊണ്ട് കൊള്ളുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫീഡിങ് ടോപ്പാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചോളി. ഇതിന് 679 രൂപയാണ് പ്ലസ് 30 രൂപ ഷിപ്പിംഗ് ചാർജും. അങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ കുറേ പരിപാടികളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമുക്ക് ഒരുപാട് ഗസ്റ്റുകളും കാര്യങ്ങളും, ഗസ്റ്റല്ല നമ്മുടെ സ്വന്തം ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഞങ്ങൾ പോവാം. ഇന്ന് നമ്മൾ സായക്കുട്ടി വീട്ടിൽ പ്രമാണിച്ച് ഇന്ന് ഫ്രിഡ്ജ് വൃത്തിയാക്കുന്നത് സായക്കുട്ടിയാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നതല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രിഡ്ജൊക്കെ തുടച്ച് വൃത്തിയാക്കി മിനുക്കി വെക്കുന്നത് സായക്കുട്ടിയാണ് കേട്ടോ. അല്ലേ, സായക്കുട്ടിക്ക് സ്കൂളിൽ പോയാൽ മതി എന്ന് തോന്നുന്നുണ്ടായിരുന്നോ? എനിക്ക് അടുക്കള പണിയൊക്കെ ഇഷ്ടം. ഇവിടെ ഇരുന്നിട്ട് ഫോണ് കാണാമെന്ന് വിചാരിച്ചിരുന്നല്ലേ ജി? ഓടിച്ചുവിട്ടു ഞാൻ അവനെ. ഒരു ഷർട്ട് ഇട്ടൂടെ ചെങ്ങായി. സായക്കുട്ടി അതിനുള്ളിൽ കുറച്ച് പച്ചക്കറിൻ്റെ വേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ ഉണങ്ങിയ പച്ചമുളകൊക്കെയാണ്. പക്ഷെ ഓനിക്കൊന്നെ കൈ കൊണ്ട് ഇമാതിരി കാര്യങ്ങൾ തൊടുന്നത് വലിയ താല്പര്യമല്ല. നോക്കട്ടെ, ഇടാ ഗ്ലൗസ് കാണിച്ച് നോക്കട്ടെ. അങ്ങനെ ഗ്ലൗസ് ഇട്ടാണെങ്കിലും ആള് പണിയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ ഓണം പരിപാടി കഴിഞ്ഞ് ഇന്നോളം എത്തിയിട്ടുണ്ട്. അല്ല, വല്ലാണ്ട് ടാനായിട്ടൊന്നുമില്ല, സോപ്പിട്ട് പോകും. വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നിവിടെ രാവിലെ ദോശ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ വെപ്പും തീരൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഊണൊക്കെ വാങ്ങിച്ചിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ഊണ്, ഇന്നുമ്പോൾ ബിരിയാണി. അത് ആക്ച്വലി എനിക്ക് മേടിച്ച ഊണാണ്. പിന്നെ നമുക്ക് ഊണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാം. എനിക്ക് ഊണ് മതി. നല്ല ഊണുണ്ട്. അടി ഊണിനെത്ര? ഇപ്പം ഞാൻ ആലോചിക്കണേ, ഡെയിലി മേടിച്ചാൽ ഡെയിലി ഇന്ന് കുക്കിംഗ് ഒന്നും വേണ്ടല്ലോ. നമുക്ക് ജോലിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാലോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ലെഗ് പീസ് കിട്ടി. എൻ്റെ പ്രാർത്ഥന പഠിച്ചാൽ കേട്ടു. അപ്പോൾ നമ്മളെ ഇന്നുമ്പോൾ മുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇപ്പോഴത്തെ ഹാലെന്താണല്ലോ? എല്ലാവരും പാർട്ടിക്ക് പോകാൻ വന്നിട്ടുണ്ട്. എല്ലാവരും ഓൺ ദി വേ ആണ്. ഞങ്ങൾ റെഡി ആവാൻ പോവാണ്. ലോണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചത്തു. പിന്നെ ഒരു 1/4 മണിക്കൂറൊന്നും ഉറങ്ങി. അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഞാനൊരു അടിപൊളി ഡ്രസ് ഇട്ട് വരും. വരണേ, കാണിച്ചു തരാൻ. ഇതാണ് ഞാൻ ഈ ഡ്രസ്സ് അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ അമ്മച്ചിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ കല്യാണത്തിന് തലേ ദിവസത്തിന് പോകാനുള്ള സെറ്റപ്പിൽ വന്നിരിക്കുകയാണ്. ജാസ്മിൻ കുട്ടി ഷോപ്പിങ്ങിന് പോയിക്കാണ്. ഓളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റണേ. അങ്ങനെ നമ്മളെ ജാസ്മിൻ കുട്ടി കൂടി ബൂസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ജാസ്മിൻ കുട്ടി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഷിഖായന്റെ സ്വന്തം ഡ്രസ്സാണ് ജാസ്മിൻ കുട്ടി ഇട്ടിരിക്കുന്നത്. എടി നല്ല യങ്ങായി പോയി, ചെറുപ്പായി പോയി. ഞാൻ ചെറുപ്പമാണല്ലോ അല്ലേ. ഞാൻ ജാസ്മിൻ കുട്ടിയുടെ ഏജ് റിവേഴ്സിംഗ് സീക്രട്ട് പറയാൻ പറഞ്ഞായിരുന്നു. ജാസ്മിൻ കുട്ടി 2 ദിവസം ഇവിടെ ഉണ്ടാവും. നമുക്ക് ഓളെ ഏജ് റിവേഴ്സിംഗ് സീക്രട്ട് ഒക്കെ ഒന്ന് വീഡിയോ എടുക്കണം. ഈ സീക്രട്ട് ഒക്കെ പറഞ്ഞു തരേണ്ടി. അല്ല എടാ, ഈ ചെങ്ങായി ഈ ഡ്രസ് ഇതിന്റെ കോളർ ഇങ്ങനെ വെക്കേ. ജാസ്മിൻ വരുമ്പോ
ജാസ്മിൻ വരുമ്പോ പറഞ്ഞിട്ട് ജാസ്മുട്ടി നമ്മള് ഒരു എന്തോ ചൊല്ലല്ല ഒരു ഇതുണ്ട്. അതായത് നമുക്ക് സങ്കടം വരുമ്പോ ഒരു തീരുമാനങ്ങൾ എടുത്തിട്ട് ദേഷ്യം വരുമ്പോ നമ്മളൊന്നും പറയാൻ പാടില്ല. അതേപോലെ വിശന്നിരിക്കുമ്പോ കടയിൽ കയറാൻ പാടില്ല. ഇതാണ് തിന്നേ. ജാസ്മിട്ടി വരുമ്പോഴേ കൊറേ സ്നാക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കൊറേ സ്നാക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതില് ഒരു പഴംപൊരി നീ പിടിച്ചിട്ടുണ്ടോ ഞാൻ പിടിച്ചിട്ടുണ്ടോ? അമ്മ പിടിച്ചോ? ഒരു ഇതില് ഒരു പഴംപൊരി ഉണ്ടായിരിക്കും. നമ്മളെ കുറച്ച് ബിസ്ക്കറ്റും എടുക്കാറുണ്ടല്ലോ. വിശന്നിട്ട് വയ്യാതെ കൊണ്ട കാട്ടിന്ന് വലിയൊരു മനുഷ്യൻ വേടത്തോട് കുടിച്ചു കഴിഞ്ഞപ്പോ വീഡിയോ എടുക്കട്ടെ ഐഷുമ. ഉണ്ണിമോന് റോക്ക് ആൻഡ് റോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഐഷുമാന്റെ കൂടെ. ഐഷുമാന് തല ഇറങ്ങിയ ഐഷുമ്മ നേരത്തെ ഉണ്ണിമോനിട്ട് കറക്കിന്റെ വിഷമത്തിലാണ്. സയ്യാര തൂത്ത് വേണ്ടത്ര. വന്ന ഞാൻ ഒരു ഇതെടുക്കട്ടെ, എല്ലാരും കൂടെ വന്നതിന്റെ ഒരു സാധനം എടുക്കട്ടെ, ഒരു ഫോട്ടോ എടുക്കണം. ഭയം ഹലോ ഗായ്സ്, അതാണ് ഹലോ ഗൈസ് ആണ് കേട്ടോ. ഹലോ ഗൈസ് അല്ല എല്ലാരും നിൽക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കോറം തികഞ്ഞിട്ടുണ്ട് അല്ലെ, കോറോ എന്തോ തികഞ്ഞിട്ടുണ്ട്. കണ്ടോ നമ്മളെ ഐഷുമ്മക്ക് നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാരും ഇവിടെ പോവാണ്. ഇനി ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വരും കേട്ടോ. ഇതേപോലെ തിരിച്ചു വരും. ആ സ്വിമ്മിംഗ് പൂളിക്കോ ഇവളോ അമ്പടി ഗെയിം സ്വിമ്മിംഗ് പൂളാ. അത് റിസോർട്ടിലേക്ക് വന്ന പോലെയാണ് കുട്ടികൾക്ക്. സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നാണ് എല്ലാരും വിചാരം. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാരും ഇവിടെ പരിപാടിക്ക് പോവാണ്. അല്ലടി അന്നെ കാണിക്കണ്ടേ? എവിടെ അബിക്കുട്ടൻ ഞങ്ങളാണ് നമ്മൾ അനുമോളുടെ ബസ്. അനുമോളൊന്ന് കാണിച്ച കോസ്റ്റ്യൂം ഇതാണ് നമ്മൾ അനുമോളുടെ ബസ്. ജാസ്മിട്ടിയുടെ നോക്കട്ടെ, ജാസ്മിട്ടിനെ നോക്കട്ടെ. ഇതാണ് നമ്മളെ ജാസ്മിക്കുട്ടിനെ നെജിത്ത ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ്. ഞാൻ കുറച്ച് നേരം ഇവിടെ കാണിക്കുന്നില്ല. ഇതാണ് നമ്മളെ ഇന്നുമോളുടെ ഡ്രസ്. ഇന്നുമോൾ നൈറ്റ് പാർട്ടിക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് എന്റെ ഡ്രസ്. ഞാൻ ഹീൽസ് കിട്ടും, അപ്പൊ കുറച്ചുകൂടി ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഇത് എന്റെ ഡ്രസ്. ഞാനിത് അങ്ങനെ സെറ്റ്. ഇത് ഉമ്മച്ചിയുടെ സാരിയാണിത്. ഉമ്മച്ചി പേരക്കുട്ടിന്റെ പേരക്കുട്ടി അല്ല, പേരക്കുട്ടിയുടെ കുട്ടി, സോറി, എടുത്തുകൊണ്ട് പോയി നിൽക്കാണ്. ഇതാണ് വാപ്പാന്റെ കോസ്റ്റ്യൂം. വാപ്പ വാപ്പ എന്താ ഉറങ്ങിയോ? അപ്പൊ നിൽക്കുന്നില്ലേ? വാപ്പ ഉറങ്ങിപ്പോയി. യെസ്, ഓക്കെ. അവിടെ എന്റെ താത്ത അങ്ങോട്ട് ഞങ്ങൾ ആരും കൂട്ടിക്കൊണ്ടുപോയില്ല പറഞ്ഞിട്ട് താത്തി പേരക്കുട്ടിയിട്ട് പോയിട്ടുണ്ട്. ഞങ്ങളത് വന്നുകൊണ്ടിരിക്കുന്നു. യെസ്, ഓക്കെ. അങ്ങനെ നമ്മളെല്ലാവരും ഓരോ വണ്ടിയിലായിട്ട് കയറി പോവുകയാണ്. ഓക്കെ, നീ കാറിലല്ലേ? സിൽവർ കാറിലല്ലേ അനമു? ഓക്കെ, ശരി, ഓക്കെ.